السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد هادي الأمة وشفيع الخلق وعلى آله وأصحابه النجباء المكرمين. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന്റെ ശേഷം തന്റെ ജന്മനാടായ ആ മക്കയിലേക്ക് താൻ ജനിച്ചു വളർന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹറമാക്കി പ്രഖ്യാപിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധ ഗേഹമായ കഅബ നിലകൊള്ളുന്ന ആ മണ്ണിലേക്ക് പോകുന്നത് ഏതാണ്ട് 6 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. മദീനയിലേക്ക് എത്തിയിട്ട് ഹിജറ 6-ാം വർഷത്തിൽ ദുൽഖഅദ മാസത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് ആദ്യമായി മക്കയിലേക്ക് പോകുന്നത്. അതും അള്ളാഹുവിന്റെ ഹബീബ് 1400 ചില്ലാനം സ്വഹാബി വര്യന്മാരുമായി ഉംറ നിർവഹിക്കാൻ എന്ന ഉദ്ദേശത്തിലാണ് പുറപ്പെടുന്നത്. ഉംറ നിർവഹിക്കാനുള്ള അവിടെ മക്കയിൽ ചെന്ന് ഹറമിൽ ചെന്ന് ബലിയറുക്കാനുള്ള ബലിമൃഗങ്ങളും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയുണ്ടായിരുന്നു. 1400 ചില്ലാനം ആളുകളുമായി ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പോകുമ്പോ ആ മക്കയിലുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി, നബി തങ്ങൾ അങ്ങോട്ടെത്തിയാൽ എന്തായിരിക്കും ഖുറൈശികളുടെ പ്രതികരണം എന്നറിയാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ആളുകളെ പറഞ്ഞയച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ച വ്യക്തി ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് ഒദീർ അഷ്താത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, മക്കയിലുള്ള ഖുറൈശികൾ അങ്ങയെ തടയാൻ ഒരുങ്ങിയിരിക്കുകയാണ്, അങ്ങയെ മക്കയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല, അവർ അങ്ങ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി സൈന്യത്തെ ഒരുക്കുകയാണ് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബാണെങ്കിലോ ദുൽഹുലൈഫ എന്ന സ്ഥലത്ത് വെച്ച് ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ടായിരുന്നു മക്കയിലേക്ക് പുറപ്പെട്ടിരുന്നത്. ഈ വിവരം കിട്ടിയപ്പോ കൂടെയുള്ള ആളുകളോട് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, ഖറജ്ത ആമിദൻ ലിബൈത്തില്ലാഹിൽ ഹറാം വലാ തുരീദു ഹർബൻ വലാ ഖത്ലൻ വലാ ജിഹാദ. പോരാടാനോ എതിർക്കാനോ യുദ്ധം ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചല്ലല്ലോ അങ്ങ് വന്നത്. അങ്ങ് കഅബയെ ലക്ഷ്യമാക്കി വന്നതാണ് ഉംറ നിർവഹിക്കാൻ. അങ്ങ് അതിലേക്ക് തന്നെ പോവണം. നമ്മെ തടയുകയാണെങ്കിൽ ഫമൻ സ്വദ്ദനാ ഖാതൽനാ, നമ്മെ ആരെങ്കിലും അതിനെ തൊട്ട് തടയുകയാണെങ്കിൽ അവരെ നമുക്ക് നേരിടാമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബി വര്യന്മാര് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് പോയി ഒരു പ്രദേശത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം അവിടെ മുട്ടുകുത്തുകയാണ്. ആളുകൾ അതിനെ തെളിച്ചു നോക്കി, ശബ്ദമുണ്ടാക്കി നോക്കി, ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. അവരെന്ത് ചെയ്തിട്ടും ഒട്ടകം എഴുന്നേൽക്കാത്ത സമയത്ത് അവർ പറയുന്നത്, ഖലാത്ത്, ഈ ഒട്ടകം ഇവിടെ മുട്ടുകുത്തിയിരിക്കുന്നു, ഇനി അത് എഴുന്നേൽക്കുകയില്ല, ഇതിനെന്തോ പറ്റിയിരിക്കുന്നു, ഇത് മുന്നോട്ട് ഗമിക്കുകയില്ല, മുന്നോട്ട് പോവുകയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മാ ഖലാത്ത് വമാ ലഹാ ബിഖുലുഖ്, എന്റെ ഒട്ടകം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, അത് മുന്നോട്ട് ഗമിക്കുന്ന ഒട്ടകം തന്നെയാണ്. വലാകിൻ ഹബസഹാ ഹാബിസുൽ ഫീലി അമ്മക്ക, അള്ളാഹുവിന്റെ മക്കയിലേക്ക് ആ മക്കയെ തടുക്കാൻ വേണ്ടി വന്ന, ആ കഅബയെ പൊളിക്കാൻ വേണ്ടി വന്നിരുന്ന അബ്രഹത്തിനെയും ആളുകളെയും, ആ അബ്രഹത്തിന്റെ ആനയെ തടഞ്ഞു വെച്ച നാഥനാണ് എന്റെ ഒട്ടകത്തെയും ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നത്, ഞാൻ ആ ഹറമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ആ ഹറമിനെ ഉദ്ദേശം വെച്ചുകൊണ്ട് ഉംറ ചെയ്യാൻ ഉദ്ദേശം വെച്ചുകൊണ്ട് വന്ന എന്നെ ആളുകൾ ഇവിടെ വെച്ച് തടയുകയാണെങ്കിൽ അവരെന്നെ ആ ഹറമിൽ രക്തം ജ്വലിപ്പിക്കാത്ത, ആ ഹറമിന്റെ പവിത്രതയെ മാനിക്കുന്ന എന്തൊരു കരാറിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയാണെങ്കിലും ഞാൻ അത് സ്വീകരിക്കും. അതാവശ്യപ്പെട്ടാൽ ഞാൻ അത് അംഗീകരിക്കും. അവിടെ രക്തച്ചൊരിച്ചിലില്ലാത്ത, കഅബയെ മാനിക്കുന്ന എന്തു കരാറിന് ഖുറൈശികൾ ആവശ്യപ്പെട്ടാലും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോഴാണ് അവിടുത്തെ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം എഴുന്നേൽക്കുന്നത്. അത് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തങ്ങൾ ഹുദൈബിയയുടെ ഏതാണ്ട് അടുത്ത പ്രദേശത്തെത്തിയപ്പോ, അതിന്റെ അറ്റത്തെത്തിയപ്പോ അവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബി വര്യന്മാരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാ വന്നിരുന്നത്. വഴിയിൽ വെച്ചൊരു സ്ഥലത്തെത്തിയപ്പോ വിവരം കിട്ടിയിരുന്നു, ഖാലിദ് ബിൻ വലീദ് 200 അംഗ സംഘമായി അങ്ങേ തടയാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന്. ഈ വിവരം അറിഞ്ഞപ്പോ വഴി മാറിയിട്ട അള്ളാഹുവിന്റെ റസൂല് സഞ്ചരിക്കുന്നത്. ദുർഗണം പിടിച്ച വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. ഹുദൈബിയയുടെ അങ്ങേയറ്റത്തുള്ള സ്ഥലത്തെത്തി. അവിടെ ഇറങ്ങാൻ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്ന 1400-ൽ പരം വരുന്ന സ്വഹാബി വര്യന്മാരും അവിടെ ഇറങ്ങുന്നു. അള്ളാഹുവിന്റെ ഹബീബ് വുളു നിർവഹിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെടുമ്പോ അവരുടെ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളം അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് നൽകുന്നു. ആരംഭ നബി അത് അവിടുത്തെ പാത്രത്തിലേക്ക് ചൊരിക്കുന്നു. അതിൽ നിന്ന് വുളു എടുക്കുന്നു. വുളു എടുത്തു കഴിയുമ്പോഴത്തേക്ക് സ്വഹാബി വര്യന്മാർ മുഴുവനായി അള്ളാഹുവിന്റെ ഹബീബിനെ വലയം ചെയ്യുകയാണ്. നബിയുടെ ചുറ്റും കൂടുകയാണ്. അവർ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ വെള്ളമില്ല നബിയെ, കുടിക്കാൻ വെള്ളമില്ല, വുളു നിർവഹിക്കാൻ വെള്ളമില്ല. ഇവിടെയുണ്ടായിരുന്ന വെള്ളം മുഴുവനും ശത്രുക്കൾ ഖുറൈശികൾ വന്ന് തൂത്തുകളഞ്ഞിരിക്കുന്നു നബിയെ. നമുക്ക് കുടിക്കാനും കുളിക്കാനും വുളു നിർവഹിക്കാനും വെള്ളമില്ലെന്ന് പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രത്തിലേക്ക് തന്റെ വിരല് വെച്ചുകൊണ്ട് പ്രത്യേകം ചില മന്ത്രങ്ങൾ ഉരുവിടുമ്പോ മഹാത്ഭുതം, അല്ലാഹുവിന്റെ ഹബീബിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം നിർഗളിക്കുകയാണ്. ശുദ്ധമായ വെള്ളം അവർക്ക് ലഭിക്കുന്നു. അവർ കുടിക്കുന്നു, വുളു നിർവഹിക്കുന്നു. ആളുകൾ പിന്നീട് ചോദിച്ചു, നിങ്ങളെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ആ വെള്ളം ഉപയോഗിച്ചത് എന്ന്. അവരതിന് മറുപടി പറഞ്ഞത്, ഞങ്ങളെ 2000 ആളുകൾ ഉണ്ടായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ആ വെള്ളം തികയുമായിരുന്നു എന്നാണ്. ഞങ്ങൾ 1500ഓളം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തുണ്ടായിരുന്ന ഒരു കിണർ, അതിലെ വെള്ളം വറ്റിക്കിടക്കുകയായിരുന്നു. ഈ വിവരവും അള്ളാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബി വര്യന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഏതാനും തുള്ളി വെള്ളങ്ങൾ കൊണ്ടുവരികയും അത് പ്രത്യേകമായി ചില മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ കിണറ്റിലേക്ക് ചൊരിക്കുകയും അവിടെ താവനായിൽ നിന്നൊരു അമ്പെടുത്തുകൊണ്ട് ആ കിണറ്റിൽ തറച്ചു വെക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. സ്വഹാബി വര്യന്മാരത് ചെയ്യുന്നു. അത്ഭുതം! കിണറിൽ നിന്ന് വെള്ളം ധാരാളമായി പൊങ്ങി വരികയാണ്. മുകളിലേക്ക് എത്തിയിട്ട് കിണറിന്റെ അരികിൽ ഇരുന്നിരുന്ന അവർക്ക് ആ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ആ കിണറിൽ വെള്ളം നിറഞ്ഞിരുന്നത്. അവരെല്ലാവരും അവിടെ താമസിച്ച സമയത്തൊക്കെയും കുടിക്കാനും കുളിക്കാനും ശുദ്ധീകരണത്തിനുമെല്ലാം ആ വെള്ളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മക്കയിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് പോരാടാൻ വന്നതല്ല, നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ വന്നതല്ല, മക്കയെ പിടിച്ചടക്കാൻ വന്നതല്ല, ഉംറ നിർവഹിക്കാൻ എന്ന ഉദ്ദേശത്തിൽ വന്നതാണ്. ഈ വിവരം അവരോട് പറയാൻ വേണ്ടി ഒരാളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒട്ടകപ്പുറത്താ പറഞ്ഞയക്കുന്നത്. ആരംഭ നബിയുടെ ഒട്ടകപ്പുറത്ത് ചെന്ന ഹിറാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ അവർ തടഞ്ഞു വെക്കുകയാണ്. ആരംഭ നബിയുടെ ഒട്ടകത്തെ അവർ പിടിച്ചറുത്തു കളയുകയാണ്. അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയപ്പോ ചില ആളുകൾ ഇടപെട്ടുകൊണ്ട് ദൂതനായി വന്ന ഇദ്ദേഹത്തെ വധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾക്കുള്ള ഒരു എഴുത്തെഴുതി കയ്യിൽ കൊടുത്തയക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികളുടെ അരികിലേക്ക് പറഞ്ഞയക്കുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ എഴുത്തുമായി ഖുറൈശികളുടെ അരികിലേക്ക് പുറപ്പെടുമ്പോ അവിടുത്തെ പിതൃവ്യ പുത്രനായ അബാൻ ഇബ്നു സഅദ് എന്നയാളെ വഴിയിൽ വെച്ച് കാണുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഖുറൈശികളുടെ അരികിലെത്തുന്നു. ഖുറൈശികൾക്ക് നബി തങ്ങൾ നൽകിയ കത്ത് നൽകുന്നു. അവര് വായിച്ചിട്ട് പറയുന്നത്, ഇല്ല, ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ മക്കയിലേക്ക് മുഹമ്മദിനെ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് തവാഫ് ചെയ്യാം, ഉംറ നിർവഹിച്ച് മടങ്ങിപ്പോകാം എന്നാ പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ 3 ദിവസത്തോളം അവരവിടെ തറഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ദിവസമായിട്ടും കാണാതെ വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയുണ്ടായിരുന്ന വിശ്വാസികൾ പറഞ്ഞത് ഉസ്മാൻ അവിടെ പോയി ഉംറ നിർവഹിക്കുകയാണെന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുന്നുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന്റെ നാക്കുകൊണ്ട്, മുഅ്ജിസത്തിന്റെ നാക്കുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഉസ്മാൻ അത് ചെയ്യുകയില്ല.
ദിവസങ്ങളോളമല്ല വർഷങ്ങളോളം ഇഹ്റാമിലായി ഇവിടെ നിൽക്കേണ്ടി വന്നാലും ഞാൻ മക്കയിൽ പ്രവേശിക്കാതെ ഉസ്മാൻ തവാഫ് ചെയ്യുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതേ പ്രയോഗം തന്നെയാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലെ ഖുറൈശികളോട് പറഞ്ഞിരുന്നത്. ഖുറൈശികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കത്തുമായി വന്ന സമയത്ത് പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ തവാഫ് ചെയ്യാമെന്ന. അദ്ദേഹം പറഞ്ഞു, വർഷങ്ങളോളം ഞാൻ ഈ ഇഹ്റാമിലായി ഇവിടെ നിൽക്കേണ്ടി വന്നാലും അല്ലാഹുവിന്റെ റസൂൽ ഹുദൈബിയയിൽ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന കാലത്തോളം, നബി തങ്ങൾ മക്കയിൽ പ്രവേശിച്ച് ഉംറ നിർവഹിക്കാത്ത കാലത്തോളം ഞാൻ ഒരിക്കലും തവാഫ് ചെയ്യുകയില്ല, നബി തങ്ങൾ ചെയ്തിട്ടല്ലാതെ ഞാൻ തവാഫ് ചെയ്യുകയില്ല എന്ന അദ്ദേഹം പറയുന്നത്. 3 ദിവസം അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്, കിംവദന്തിയാണ് അള്ളാഹുവിന്റെ റസൂലിന് ലഭിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചിട്ടില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന ഓരോരോ സമ്പ്രദായങ്ങളായിരുന്നു അത്. അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാക്കാൻ അള്ളാഹു ഒരുക്കുന്ന ഓരോരോ അവസരങ്ങൾ. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കുമ്പോ പറയുന്നത്, ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് 1400 ചില്ലാനം വരുന്ന 1500ഓളം വരുന്ന ആ സ്വഹാബി വര്യന്മാരെ വിളിച്ചുകൊണ്ട് തന്റെ കൈ പിടിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഈ മുശ്രിക്കുകളുമായി ഖുറൈശികളുമായി പോരാടേണ്ടി വന്നാൽ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളിൽ അവസാനത്തെ രക്തം ഒലിക്കുന്നത് വരെയും നബിയോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് അവർ ബൈഅത്ത് ചെയ്യുകയാണ്. ഹുദൈബിയയിൽ വെച്ചുകൊണ്ട്, ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് എല്ലാവരും ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവസാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വലതുകൈ ഉയർത്തിയിട്ട് പറയുന്നത്, ഹാദിഹി യദു ഉസ്മാൻ, ഇത് ഉസ്മാനിന്റെ കൈയാണ്, ഉസ്മാനിനെ ഞാൻ പറഞ്ഞയച്ചതാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യുന്ന അതേ രീതിയിൽ ഇതുവരെയുള്ള സ്വഹാബി വര്യന്മാർ 1500ഓളം വരുന്ന സ്വഹാബി വര്യന്മാർ എന്തു വാക്യമാണോ ഉപയോഗിച്ചത്, അവരെങ്ങനെയാണോ നബിയെ വിളിച്ച് ബൈഅത്ത് ചെയ്തതെങ്കിൽ അതേ വാക്യം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ഇടതു കൈയിലേക്ക് പിടിച്ചുകൊണ്ട് ആരംഭ നബി ഉസ്മാൻ എന്നവർ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്യുകയാണ്. ഉസ്മാൻ എന്നവർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന ഒരു സൂചന കൂടി അവർക്ക് നൽകുകയായിരുന്നു അത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ 1500 ആളുകളും അവിടെ വെച്ച് ബൈഅത്ത് ചെയ്തതിനെയാണ് വിശുദ്ധ ഖുർആൻ അവരെ പുകഴ്ത്തി പറഞ്ഞത്. അവർ സ്വർഗാവകാശികളാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചത്, അള്ളാഹുവിന്റെ പൊരുത്തം നേടിയവരാണ് അവരെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അങ്ങയോട് ബൈഅത്ത് ചെയ്ത, അങ്ങയെ കൈപിടിച്ച് പ്രതിജ്ഞ ചെയ്ത ആ 1500ഓളം വരുന്ന സ്വഹാബി വര്യന്മാർക്ക് എന്റെ പൊരുത്തമുണ്ട്, ഞാൻ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ തൃപ്തി അറിയിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ആയത്തോതിയത് ഈ സ്വഹാബി വര്യന്മാരെ കുറിച്ചായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നബിയുടെ അരികിലേക്ക് പല ആളുകളും വരുന്നുണ്ട്, ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് നബിയെ വീക്ഷിക്കാൻ വേണ്ടി, നബിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി, നബി എന്താ ചെയ്യുന്നത്, നബിയുടെ തീരുമാനം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് പല ആളുകളും വന്ന കൂട്ടത്തിൽ ഉർവത്ത് ബിൻ മസ്ഊദ് തഖഫി എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം പിന്നീട് വിശ്വസിച്ച സ്വഹാബി വര്യനാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് വീക്ഷിച്ച് മക്കയിലെ ഖുറൈശികളുടെ അരികിലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് പറയുന്നത്, ഞാൻ വരുന്നത് മുഹമ്മദിന്റെ അരികിൽ നിന്നാണ്. ആ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ എന്തൊരു രീതിയിലാ ആദരിക്കുന്നത്, എന്തൊരു ആദരവാ അവർ മുഹമ്മദിനോട് കാണിക്കുന്നത്. കിസ്റയെ കണ്ടവനാണ് ഞാൻ, കൈസറിനെ കണ്ടവരാണ് ഞാൻ. ആ കൈസർ രാജാക്കന്മാരുടെ ദർബാറുകളിലേക്ക് ഔദ്യോഗിക ബഹുമതികളോടുകൂടെ കയറി ചെന്നയാളാണ് ഞാൻ. ആ രാജാവിനെ അവർ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം കണ്ടവരാണ് ഞാൻ. പക്ഷെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അവരാരും ആദരിക്കുന്നത് പോലെ, അവരാരും ബഹുമാനിക്കുന്നത് പോലെയല്ല മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദിനെ ബഹുമാനിക്കുന്നത്. മുഹമ്മദ് എങ്ങാനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാർക്കിച്ചു തുപ്പുകയാണെങ്കിൽ അത് അവരുടെ കരങ്ങളിലല്ലാതെ നിലത്തേക്ക് വീഴുകയില്ല. അവർ മത്സരിച്ചുകൊണ്ടത് വാരിയെടുക്കുകയാണ്, അവരുടെ ദേഹത്ത് ശരീരത്തിലും മുഖത്തും അവർക്ക് പുരട്ടുകയാണ്. മുഹമ്മദ് വുളു എടുത്ത വെള്ളം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളത്തിനായി അവർ തർക്കിക്കുകയാണ്, മത്സരിക്കുകയാണ് അത് ലഭിക്കാൻ വേണ്ടി. അവിടെ നിന്ന് എന്താണോ പറയുന്നത് അത് അപ്പടി കേൾക്കുകയും അനുസരിക്കുകയും ആ സമയത്ത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യാൻ മത്സരം കാണിക്കുന്ന അനുയായികളെയാണ് ഞാൻ കണ്ടത്. ആ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടത്തേക്ക് വരുന്നത് ഉംറയുടെ വേഷമണിഞ്ഞുകൊണ്ടാണ്.
ഉംറക്കാണ് വരുന്നത് എന്ന് അറിയിക്കുന്ന എല്ലാ അടയാളങ്ങളും ഉണ്ട്. കഅബയിലേക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളും മൃഗങ്ങളെയും മാലയിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മുഹമ്മദുമായി സന്ധിക്കുന്നതും അദ്ദേഹത്തെ ഈ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതുമായിരിക്കും നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ കനത്ത നഷ്ടം നമ്മൾ നേരിടേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു വീക്ഷിച്ച് ഉർവത്ത് ബിൻ മസ്ഊദ് തഖഫി എന്നയാൾ പറയുമ്പോ അവരത് അംഗീകരിക്കുന്നില്ല. ഖുറൈശികൾ സമ്മതിക്കുന്നില്ല. ഇല്ല, മുഹമ്മദിനെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ലെന്നാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ആളുകളെയും കൂട്ടി ത്വായിഫിലേക്ക് മടങ്ങി പോവുകയാണ്. വീണ്ടും നബിയുടെ അരികിലേക്ക് പല ആളുകളും വരുന്നു. ഖുലൈസ് എന്ന് പറയുന്ന ഒരാൾ അഹാബീസിന്റെ നേതാവായിരുന്നു. അദ്ദേഹം ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടതല്ലാത്ത മറ്റു പല ഗോത്രങ്ങളും സഖ്യകക്ഷികളായി സഖ്യം ചേർന്നുകൊണ്ട് ഖുറൈശികളോട് ഒന്നിച്ചുകൊണ്ട് മദീനയിലേക്ക് അവർ വന്നിരുന്നത് ഖന്തക്കിന്റെ നാളിൽ. ഖുറൈശികൾക്ക് പുറമെ ഒരുപാട് ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട ഹാബീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഘത്തിന്റെ നേതാവ് ഖുലൈസ്, അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീക്ഷിക്കാൻ വരുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴേ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഇദ്ദേഹം മൃഗങ്ങളെ മാനിക്കുന്നയാളാണ്, കഅബയെ മാനിക്കുന്നയാളാണ്, കഅബയിലേക്ക് വരുന്ന മൃഗങ്ങളെയെല്ലാം നല്ല രീതിയിൽ ബഹുമാനിക്കുന്നയാളാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും മക്കയിൽ വെച്ച് ഹറമിൽ വെച്ചുകൊണ്ട് അറുക്കാൻ കൊണ്ടുവന്നിരുന്ന വാഹനങ്ങളെ അടയാളം വെച്ച് പ്രത്യേകം അടയാളം വെക്കപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളെ ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് അയച്ചു വിടുകയാണ്. ഇദ്ദേഹം അത് കാണുമ്പോൾ പറയുന്നത് സുബ്ഹാനല്ലാഹ്, ഇവരെ തടയാൻ പറ്റുകയില്ല, ഇവരല്ലാഹുവിന്റെ ഹറമിലേക്ക് വരുന്നവരാണ്, കഅബയിലേക്ക് വരുന്നവരാണ്, ഉംറ നിർവഹിക്കാൻ വരുന്നവരാണല്ലോ, ഇവരെ തടയാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഇദ്ദേഹം ചെന്നു മക്കയിലെ ഖുറൈശികളോടും പറയുന്നത് ഇത് തന്നെയാണ്. മക്കയിലെ മുശ്രിക്കുകളോടും ഇതാ പറയുന്നത്, മുഹമ്മദ് വന്നിരിക്കുന്നത് ഉംറ നിർവഹിക്കാനാണ്, ഉംറയുടെ വേഷമണിഞ്ഞുകൊണ്ടാണ്. ആയുധങ്ങൾ മുഹമ്മദിന്റെ കൂടെയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. എല്ലാവരെയും അള്ളാഹുവിന്റെ ഈ ബൈത്തിലേക്ക് ഹറമിലേക്ക് ഉംറ നിർവഹിക്കാൻ വരുന്നവരെ അനുവദിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ഇത് പറയുമ്പോഴും അവർ അംഗീകരിക്കുന്നില്ല. അവര് പറയുന്നത് ഇന്നമാ അൻത അഅറാബിയുൻ ഇദ്രിസ്, ഇന്നമാ അൻത അഅറാബിയുൻ ലാ ഇൽമലക്, നീ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, നീ ഏതോ കാട്ടറബിയാണ്, വിവരമില്ലാത്തവനാണ്, നീ എവിടെ ഇരിക്കൂ എന്ന് പറയുമ്പോ ഇദ്ദേഹം പറയുന്നത്, ഞാൻ എന്റെ ആളുകളെ മുഴുവനും അഹാബീസിനെ മുഴുവനും കൂട്ടിയിട്ട് ഒറ്റ സൈന്യമായി മുഹമ്മദിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകും, അല്ലെങ്കിൽ മുഹമ്മദിനെ ഈ മക്കയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ അനുവദിക്കണമെന്നാ പറയുന്നത്. അവർ തമ്മിൽ സംഘടനത്തിലെത്തുകയാണ്. ഞാൻ എല്ലാവരെയും കൂട്ടിപ്പോകുമെന്ന് പറയുമ്പോ അവർ സമാധാനിപ്പിക്കുകയാ, നിങ്ങൾ ഇരിക്കൂ അവിടെ, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. അവർ തമ്മിൽ സംഘടനത്തിലും അടിപിടിയിലുമാകുമെന്ന് കണ്ടപ്പോഴാണ് അവരൊരു സന്ധിയിലേക്ക് ഏർപ്പെടാൻ, നബിയുമായ ഒരു സന്ധിയിൽ ഏർപ്പെടാനുള്ള തീരുമാനത്തിലെത്തുന്നത്. അതിനുവേണ്ടി അവർ പറഞ്ഞയക്കുകയാണ് സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്നയാള്. ദൂരെ നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഇത് കാണുന്നുണ്ട്. ഹുദൈബിയയിലേക്ക് വരുന്ന സുഹൈൽ ബിൻ അംറിനെ, സുഹൈലിനെ കണ്ടപ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, സുഹൈലാണല്ലോ വരുന്നത്, ഈ കാര്യം സഹലായിരിക്കും, കാര്യങ്ങൾ എളുപ്പമായിരിക്കുമെന്ന്. അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്ന് നബിയുമായി ഒരു കരാർ ഉണ്ടാക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ആദ്യമേ കൊതിച്ചതും അത് തന്നെയായിരുന്നു. അവിടുത്തെ വാഹനം മുട്ടുകുത്തിയ സമയത്ത് അവിടുന്ന് പറഞ്ഞിരുന്നതും പ്രഖ്യാപിച്ചതും അതുതന്നെയാണ്. ഒരു കരാറിൽ ഏർപ്പെടാൻ, അള്ളാഹു ഒരുക്കുന്ന ഒരു കരാറിൽ ഏർപ്പെടാൻ, അള്ളാഹു വഴിയൊരുക്കുന്ന മക്കയിലേക്ക് പ്രവേശിക്കാൻ, ആ മക്ക എന്ന നാടിനെ ജയിച്ചടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു വിജയത്തിന്റെ നാന്തി കുറിക്കാൻ പറ്റുന്ന ഒരു കരാറായിരുന്നു ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് സുഹൈലുമായി നടത്തിയത്. സുഹൈൽ വന്നുകൊണ്ട് തന്നെ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് കരാർ എഴുതുകയാണ്. എഴുതി ഒപ്പുവെക്കാൻ വേണ്ടി എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാനാണ്. സുഹൈൽ സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾക്കറിയില്ല, റഹ്മാനും റഹീം ഞങ്ങൾക്ക് പരിചയമില്ല, നമ്മൾ എപ്പോഴും പറയുന്നത് ബിസ്മിക അല്ലാഹുമ്മ എന്ന വാക്യമാണല്ലോ, അത് വേണമെങ്കിൽ എഴുതാമെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ അത് അംഗീകരിക്കുകയാണ്. നബി അത് സമ്മതിക്കുന്നു. അടുത്ത വരി എഴുതുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ബി മുഹമ്മദിൻ റസൂലില്ല, മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈൽ ബിൻ അംറുമായി നടത്തുന്ന കരാറെന്ന്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കില്ലല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നെങ്കിൽ എന്തിനാണ് ഈ കരാർ? ഒരിക്കലും നിങ്ങളെ തടയില്ലല്ലോ. റസൂലുള്ളാഹി എന്ന് എഴുതാൻ പറ്റുകയില്ല. പിതാവില്ലേ,
പിതാവിന്റെ പേര് എഴുതു, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് പറയുന്നു, അങ്ങനെ എഴുതണം. മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് എഴുതിയ റസൂലുള്ളാഹി എന്ന വാക്യം മായ്ച്ചു കളയുന്നതാണ്. സ്വഹാബി വര്യന്മാർ ആരും അതിന് തയ്യാറാകുന്നില്ല, എല്ലാവരും ദേഷ്യപ്പെടുകയാണ്. എന്തിനു വേണം ഇങ്ങനെ ഒരു കരാറ്? അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഏതാണ് ഇതിൽ റസൂലുള്ളാഹി എന്ന വാക്യം? എഴുത്തറിയാത്ത, വായന അറിയാത്ത ഉമ്മിയായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അലി റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് അത് വായിച്ചു കളയുന്നത്. എന്നിട്ട് എഴുതുന്നു, മുഹമ്മദ് ബിൻ അബ്ദില്ല സുഹൈൽ ബിൻ അംറുമായി നടത്തുന്ന കരാറ്. എന്താ കരാറ്? ഈ വർഷം നിങ്ങൾ മടങ്ങി പോകണം, മക്കയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഉംറക്ക് ഇഹ്റാം ചെയ്തു വന്നവരാണ്, ഉംറയുടെ വേഷം ധരിച്ചിരിക്കുന്നവരാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി, സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർ കരുതുന്ന ഒരു വാളും മാത്രമായി അവർ വന്നിരുന്ന 1500ഓളം ആളുകളോടും പറയുന്നത്, ഈ വർഷം നിങ്ങൾ മടങ്ങിപ്പോവണമെന്ന. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തിനാണത്? ഈ വർഷം ഉംറ നിർവഹിച്ചുകൂടെ? ഉംറ നിർവഹിച്ച് നിങ്ങൾ മടങ്ങിപ്പോവാമല്ലോ. അദ്ദേഹം പറയുന്നത്, ഇല്ല, അറബികളെ എല്ലാവരെയും ബലാത്കാരമായി തടഞ്ഞു വെച്ച് മുഹമ്മദ് മക്കയിൽ പ്രവേശിച്ചു എന്ന് ആളുകൾക്കിടയിൽ വാർത്ത പരക്കും, അതൊരിക്കലും അനുവദിക്കുകയില്ല, നിങ്ങൾ മടങ്ങിപ്പോകണമെന്ന്. അള്ളാഹുവിന്റെ റസൂൽ അതും അംഗീകരിക്കുകയാണ്. അടുത്ത വർഷം നിങ്ങൾക്ക് വരാം, ഉംറ നിർവഹിക്കാനായിരിക്കണം വരേണ്ടത്, ആയുധങ്ങളൊന്നും മക്കയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. ഉംറ നിർവഹിച്ച് 3 ദിവസങ്ങളെ കൊണ്ട് മക്കയിൽ നിന്ന് മടങ്ങി പോകണം. ആരംഭ നബിതങ്ങളുമായി നടത്തുന്ന കരാറ് അള്ളാഹുവിന്റെ റസൂൽ അതും സ്വീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ മക്കയിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അത് നിങ്ങളെ കാണാനായിരിക്കാം, നിങ്ങളുടെ മതത്തിൽ കൂടാനാവാം, നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാനാവാം. നിങ്ങളുടെ മദീനയിലേക്ക് വന്നാൽ അവരവിടെ പാർപ്പിക്കാൻ പാടില്ല, ഞങ്ങളുടെ മക്കയിലേക്ക് തന്നെ മടക്കി അയക്കണം. നിങ്ങളുടെ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ അവരെ ഞങ്ങൾ ഇവിടെ തടഞ്ഞു വെക്കും, മദീനയിലേക്ക് വരാൻ അനുവദിക്കുകയുമില്ല എന്ന കരാറ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അതും അംഗീകരിക്കുകയാണ്. ബാഹ്യമായി നോക്കിയാൽ ഒരു വൺ വേ കരാറാണ്, അവർക്ക് അനുകൂലമായി തോന്നുന്ന ഒരു കരാർ. അവരുടെ നാട്ടിൽ നിന്ന് വന്നവരെയൊക്കെയും അവരുടെ നാട്ടിലേക്ക് തന്നെ മടക്കി അയക്കണം. മദീനയിൽ നിന്ന് പോയവരെ അവർ ഇങ്ങോട്ട് മടക്കി അയക്കുകയുമില്ല. ഈ വർഷം മടങ്ങി പോകണമെന്ന് തുടങ്ങി അവർക്ക് അനുകൂലമായി തോന്നുന്ന ഒരു കരാർ. മാത്രമല്ല 10 വർഷത്തോളം നമ്മൾ തമ്മിൽ ഇനി യുദ്ധമുണ്ടാവുകയില്ല, നമ്മൾ തമ്മിൽ ഒരു സംഘടനത്തിലും ഏർപ്പെടാൻ പാടില്ല. 10 വർഷകാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിക്കുകയാണ്. നബി തങ്ങൾ അതിൽ ഒപ്പുവെക്കുകയാണ്, അത് സ്വീകരിക്കുകയാണ്. ആ സമയത്ത് ആ സ്വഹാബി വര്യന്മാർ പലരും ദേഷ്യപ്പെടുന്നത്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, അലസ്ത റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ? അതെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അവലസ്നാ ബിൽ മുസ്ലിമീൻ, നമ്മൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച മുസ്ലിമീങ്ങളല്ലേ? അതെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മളാണ് സത്യത്തിന്റെ ആളുകൾ, സത്യമതത്തിന്റെ ആളുകൾ നമ്മളാണ്. പിന്നെ എന്തിനാ നബിയെ ഇങ്ങനെ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത്? സത്യത്തിന്റെ ആളുകൾ നമ്മളാണെങ്കിൽ നമ്മൾ എന്തിന് ഇവർക്ക് വഴിപ്പെട്ടു കൊടുക്കണം? ഇവര് മുന്നോട്ട് വെക്കുന്ന ഈ കരാർ നമ്മൾ എന്തിന് അംഗീകരിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ സൗമ്യമായി പറയുന്നത്, ഇന്നമാ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണിത്, അവന്റെ തീരുമാനം അംഗീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ഈ ചെയ്യുന്നത്, എന്റെ താല്പര്യത്തിനല്ല ഞാൻ ഈ ചെയ്യുന്നതെന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ കരാർ അല്ലാഹു ഒരുക്കിയ കരാറായിരുന്നു. ഇസ്ലാമിന്റെ വിജയത്തിന്റെ, മക്കയുടെ വിജയത്തിന്റെ ഒരു നാന്ദി കുറിക്കുന്ന കരാറായിരുന്നു അത്. വാസ്തവത്തിൽ ഇസ്ലാമിന് അനുകൂലമായിരുന്നു ആ കരാറ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആര് വരികയാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കാണാനാ വരുന്നത്. അവർ നബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടാ മക്കയിലേക്ക് മടങ്ങി വരിക. മക്കയിലേക്ക് മടങ്ങി വന്നാൽ അവർ വിശ്വസിച്ചുകൊണ്ടാ മക്കയിൽ കഴിയുന്നത്. മദീനയിൽ നിന്ന് വന്നാൽ അവരെ മക്കയിൽ തടഞ്ഞു വെക്കുകയാണെങ്കിൽ മദീനയിൽ നിന്ന് വരുന്നവരൊക്കെയും വിശ്വാസികളായിരിക്കും. ആ വന്നവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് വിശ്വസിച്ച് മടങ്ങിയവരും എല്ലാവരും മക്കയിൽ തന്നെ താമസിക്കുമ്പോ അവർ വിശ്വാസികളായ താമസിക്കുന്നത്. അവരെ മറ്റുള്ളവർ കാണുന്നു, അവരുടെ ജീവിതം കണ്ട്, അവരുടെ വാക്കുകൾ കേട്ട്, അവരെ കണ്ട് പഠിച്ചുകൊണ്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വരാൻ ഇതൊരു കാരണമായിരിക്കുമെന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയത്. ഇസ്ലാമിനെ വിജയം കിട്ടുന്ന മക്ക എന്ന ആ നാടിനെ, അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ചു വളർന്ന നാടിനെ
ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും പറ്റുന്ന ഒരു കരാർ തന്നെയായിരുന്നു അത്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരാറിലെല്ലാം ഒപ്പുവെച്ച് കഴിഞ്ഞ സമയത്താണ് അതാ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് വരുന്നു. മറ്റാരുമായിരുന്നില്ല വന്നത്, നബിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ഖുറൈശികളുടെ നേതാവ് സുഹൈൽ ബിൻ അംർ, അദ്ദേഹവും പിന്നീട് വിശ്വസിച്ച സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. ആ സുഹൈൽ ബിൻ അംറിന്റെ മകൻ അബൂ ജന്ദലാണ് ചങ്ങല പൊട്ടിച്ചു കൊണ്ടുവരുന്നത്. അദ്ദേഹം മദീന മക്കയിൽ വിശ്വസിച്ച് കഴിയുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടെന്ന വാർത്ത കേട്ടുകൊണ്ട് നബിയെ കാണാൻ വേണ്ടി കൊതിച്ച് മക്കയിൽ കാത്തിരിക്കുന്നയാളാ. വിശ്വസിച്ചതിന്റെ പേരിൽ തന്റെ കുടുംബക്കാർ ചങ്ങല കിട്ടിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ. ആ ചങ്ങല കിട്ടിയിരുന്ന നബിയെ കാത്തിരുന്ന, നബിയെ പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കാതിര നബിയെ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ കാതിൽ ഈ വാർത്തയായി എത്തുന്നത് അദ്ദേഹം ആരംഭ നബി, മുത്ത് നബി എന്ന ചിന്തയുമായി കഴിഞ്ഞുകൂടുന്ന ഇദ്ദേഹം അല്ലാഹുവിന്റെ ഹബീബിനെ ഓർത്തുകൊണ്ട് ആ ചങ്ങല വലിച്ചു പൊട്ടിച്ച് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് വിശ്വാസികളെ നോക്കി പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നെയും കൊണ്ടുപോകണമെന്ന് മദീനയിലേക്ക്. അങ്ങ് മദീനയിലേക്ക് മടങ്ങി പോവുകയാണോ? ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്, പ്രയാസത്തിലാ നബിയെ, ബുദ്ധിമുട്ടിലാണ് ഞാൻ, പട്ടിണി കിടക്കുകയാണ് ഞാൻ. അങ്ങയെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെയും കൊണ്ടുപോകണമെന്ന് പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. വിശ്വാസികൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴാണ് സുഹൈൽ ബിൻ അംർ പറയുന്നത്, ഇല്ല മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പറ്റില്ല. നമ്മളിവിടെ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞില്ലേ, കരാർ തീരുമാനിക്കപ്പെട്ടില്ലേ. ഞങ്ങളുടെ മക്കയിൽ നിന്ന് ഹാരു മദീനയിലേക്ക് വന്നാലും അവരെ കൊണ്ടുപോകാൻ പാടില്ല, അവരെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്ന് കരാർ ഇവിടെ ഒപ്പിട്ടല്ലോ എന്നാ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിക്കുകയാ. അദ്ദേഹം കരഞ്ഞുകൊണ്ടാ മക്കയിലേക്ക് തന്നെ പോകുന്നത്. എന്നെ കൊല്ലാൻ നിങ്ങൾ വിട്ടുകൊടുക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാ ഇദ്ദേഹം മക്കയിലേക്ക് മടങ്ങി പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് പറഞ്ഞയച്ച സമയത്ത് തന്നെ ആരംഭ നബികൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അവിടെ പീഡിപ്പിക്കപ്പെട്ട് കഴിയുന്ന, പ്രയാസം അനുഭവിക്കുന്ന അവിടുത്തെ വിശ്വാസികളോട് പറയാൻ അടുത്തു തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. മക്ക ഇസ്ലാമിലേക്ക് കടന്നുവരും, നിങ്ങൾക്ക് സ്വയമായി ജീവിക്കാൻ, പരസ്യമായി ഇസ്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു തുടക്കം കുറിക്കലായിരുന്നു ഹുദൈബിയ സന്ധി. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടയപ്പെട്ട ആ ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം നബി തങ്ങൾ മടങ്ങി പോവുകയാണ്. പക്ഷേ മുഹ്രിമാണ്, ഇഹ്റാമിലാണ്. ആ ഇഹ്റാമിൽ നിന്ന് നബി ഒഴിവാവുകയാണ്, തഹല്ലുലാവുകയാണ്. മുടി കളഞ്ഞുകൊണ്ട് കൂടെ കൊണ്ടുവന്നിരുന്ന ബലിമൃഗത്തെ അറുത്ത് എല്ലാവരും ഇഹ്റാമിൽ നിന്ന് ഒഴിവായി മദീനയിലേക്ക് തന്നെ മടങ്ങണമെന്ന് പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. മക്കയിൽ നിന്ന് തടയപ്പെട്ടു പോവുകയോ അവരത് ചെയ്യുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ടെന്റിലേക്ക് കയറി. അന്ന് അവിടുത്തെ കൂടെ ഉണ്ടായിരുന്ന മഹദി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് സങ്കടപ്പെട്ടു പറയുമ്പോഴാ അവർ പറയുന്നത്, മഹദി പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പുന്നാന റസൂലേ, അങ്ങ് അവരിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങയുടെ മുടി കളഞ്ഞുകൊണ്ട് അങ്ങയുടെ മൃഗത്തെ അറുത്ത് അങ്ങ് കാണിക്കണം. ആരോടൊന്നും പറയണ്ട, അങ്ങ് അവരോട് മുടി കളയാൻ പറയണ്ട, മൃഗത്തെ അറുക്കാൻ പറയണ്ട. അങ്ങിങ്ങനെ ചെയ്താൽ അവരെല്ലാവരും ചെയ്യുമെന്നാ പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ മുടി കളഞ്ഞ് അവിടുത്തെ കൂടെ കൊണ്ടുവന്നിരുന്ന ആ ബലിമൃഗത്തെ അറുക്കുമ്പോ കൂടെയുള്ള 1500 ആളുകളും അങ്ങനെ തന്നെ ചെയ്യുകയാണ്. അതർവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. പിറ്റേ വർഷം ഇതേ ദുൽഖഅദ മാസത്തിൽ തന്നെയാ അല്ലാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് വരുന്നത് ഉംറ നിർവഹിക്കാൻ വേണ്ടി. കഴിഞ്ഞ വർഷം പറഞ്ഞുറച്ചതുപോലെ അടുത്ത വർഷം വരാമെന്നാണല്ലോ പറഞ്ഞത്. ആ തീരുമാനിക്കപ്പെട്ട ഉംറയാണ് അന്ന് തീരുമാനിച്ച ഉംറ, ഉംറത്തുൽ ഖളാ. അന്ന് തീരുമാനിച്ചിരുന്ന ഉംറ നിർവഹിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ അവിടെ നിന്ന് പറയുന്നത്, ഹുദൈബിയയിൽ പങ്കെടുത്ത എല്ലാവരും ഇതിൽ വരണം, ആരും വിട്ടുനിൽക്കരുതെന്നാണ്. അവരെല്ലാവരും വരുന്നു. അതിന്റെ പുറമെ വേറെയും ആളുകൾ 2000-ഓളം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായി വേറെയുമായി
അള്ളാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ നബി തങ്ങൾക്ക് പേടിയുണ്ട്, മക്കയിലെ ഖുറൈശികളെ, മക്കയിലെ മുശ്രിക്കുകളെ അവർ ചതിക്കുമോ, അവരങ്ങയെ അള്ളാഹുവിന്റെ ഹബീബിനെ വഞ്ചിച്ചേക്കുമോ എന്നവർക്ക് പേടിയുണ്ട്. 10 വർഷകാലം യുദ്ധമുണ്ടാവില്ല എന്ന് അവരുമായി കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും പേടിയായിരുന്നു നബിക്ക്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ഏതാനും ആയുധങ്ങളും പടക്കോപ്പുകളും പടയങ്കികളുമായ പോകുന്നത്. മക്കയിലേക്ക് അത് പ്രവേശിപ്പിക്കരുത് എന്ന് കരാറിലുണ്ടായിരുന്നു. ആരംഭ നബി തങ്ങൾ ബത്നി യാജൂജ് എന്ന് പറയുന്ന മക്കയുടെ ഏതാണ്ട് മൈലുകൾക്കിപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് അവിടെ തമ്പടിച്ചുകൊണ്ട് ഏതാനും ആളുകളെ, 100ഓളം ആളുകളെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ആയുധങ്ങളെല്ലാം അവരുടെ കൂടെയാണ്, പടക്കോപ്പുകളും പടയങ്കികളും അവരുടെ കൂടെയാണ്. ബാക്കിയുള്ളവരുമായി ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ച് തൽബിയത്ത് ചൊല്ലി തക്ബീർ ധ്വനികൾ മുഴക്കിയിട്ട് ഉംറ നിർവഹിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ, അത് സഹിക്കാൻ കഴിയാതെ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ പർവ്വതങ്ങളിലേക്കും പർവ്വത ശിഖരങ്ങളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെയും മാറി നിൽക്കുകയാ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ അത് നിർവഹിച്ച് ഉംറയും നിർവഹിച്ച് സന്തോഷത്തോടുകൂടെ ഒരു 100 ആളുകളെ ബത്നിയാജൂദിലേക്ക് മടക്കി അയച്ചു. അവിടെ നിന്നിരുന്ന നബിയുടെ ആയുധങ്ങളും പടക്കോപ്പുകളും പടയങ്കികളുമായി അതിന് കാവൽ നിന്നിരുന്ന ആളുകളെ മക്കയിലേക്ക് പറഞ്ഞയക്കാൻ, അവർക്ക് ഉംറ നിർവഹിക്കാനുള്ള അവസരം നൽകാൻ വേണ്ടി 200 ആളുകളെ ഉംറ നിർവഹിച്ചവരങ്ങോട്ട് അയച്ച് അവരും ഇങ്ങോട്ട് വന്ന് എല്ലാവരും ഉംറ നിർവഹിച്ച് പറയപ്പെട്ടതുപോലെ കരാറിലുള്ള അതേ രീതിയിൽ 3ാമത്തെ നാളിൽ ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തന്നെ മടങ്ങുകയാ ചെയ്തത്. ആ മടങ്ങി പോകുന്ന സമയത്ത് അതിന്റെ തൊട്ടുതലേ ദിവസം, തൊട്ടുതലേ വർഷം ഹുദൈബിയയിൽ തടയപ്പെട്ടപ്പോൾ തന്നെ ആരംഭ നബി തങ്ങളുടെ സ്വഹാബി വര്യന്മാർ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പ് അവിടത്തേക്ക് ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന സമയത്ത് അവിടുന്ന് കണ്ടൊരു സ്വപ്നം പറഞ്ഞിരുന്നു. ഹുദൈബിയയിലേക്ക് പോകുന്നതിന്റെ മുമ്പ്, ഉംറ നിർവഹിക്കാൻ പോകുന്നതിന്റെ മുമ്പ് മക്കയിൽ പ്രവേശിച്ചുകൊണ്ട് നിർഭയത്വത്തോടുകൂടെ, ഒരു പേടിയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ സ്വതന്ത്രനായി ഞാൻ ഉംറ നിർവഹിക്കുന്നത്, ത്വവാഫ് ചെയ്യുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട്, അത് പുലരുമെന്ന് പറഞ്ഞുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂല് പോകുന്നത്. അങ്ങനെ പോയവരാ 1500ഓളം സ്വഹാബി വര്യന്മാർ. അവര് തടയപ്പെട്ട് കൊണ്ട് സന്ധിയിലേർപ്പെട്ട് മടങ്ങി വരുന്ന സമയത്ത് അവരുടെ പലരുടെയും മനസ്സിൽ പ്രയാസമുണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞതായിരുന്നില്ലേ ഇത്? ഉമർ എന്നവർ ചോദിച്ചു സിദ്ദീഖ് എന്നവരോട്, നിർഭയത്വത്തോടുകൂടെ ഉംറ നിർവഹിക്കാം, തവാഫ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ നബി തങ്ങൾ. സിദ്ദീഖ് എന്നവർ പറയുന്നു, അതെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തേ നമ്മൾ മടങ്ങിപ്പോകുന്നത്? സിദ്ദീഖ് എന്നവർ ചോദിക്കുന്നത്, ഈ വർഷം തന്നെ ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി പുലരും, അത് ഒരു സംശയവും വേണ്ട എന്ന് പറയുമ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായി വരുന്നത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ എന്ന ആയത്ത് അവതരിക്കുന്നത്. മക്ക ഇതാ വിജയിക്കാൻ, ഒരു വൻ വിജയത്തിന് ആസന്നമായിരിക്കുന്നു, മക്ക ഇതാ ജയിച്ചടക്കാൻ പോവുകയാണ് എന്ന ആ ഫത്ഹിന്റെ ആയത്തിറങ്ങിയത് ഹുദൈബിയയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങിപ്പോരുന്ന സമയത്തായിരുന്നു. ഇനി നബി തങ്ങൾ പോകുന്നത് അതേ മക്കയിലേക്ക് തന്നെയാണ്. ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ട നബി മടങ്ങി വന്നുകൊണ്ട് പിറ്റേ വർഷം ഉംറ നിർവഹിക്കാൻ, ഉംറത്തുൽ ഖളാ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി 3 ദിവസം അവിടെ താമസിച്ച് മടങ്ങി വന്ന നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു വിജയത്തിന്റെ നാന്ദി കുറിക്കുന്ന, അതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് മടങ്ങിപ്പോന്നിരുന്നത്. ആ മക്കയിലേക്ക്, മക്കയെ ജയിച്ചടക്കാൻ വേണ്ടി, മക്കയെ ഇസ്ലാമിന്റെ അധീനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി മക്കയെ ലക്ഷ്യം വെച്ച് പോവുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.